ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാ വീടുകളിലും സ്ഥിരം ശല്യക്കാരായ ഈച്ച, പല്ലി, പാറ്റ, കൊതുക്, ഉറുമ്പ് തുടങ്ങിയ ജീവികളെല്ലാം തുരത്താനുള്ള ഒരു സൂപ്പർ ടിപ്സ് ആണ്. ഒന്നല്ല രണ്ട് ടിപ്സ് ഉണ്ട്. വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. ഈ വെള്ളം ചൂടാക്കിയെടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതിൽ നമ്മൾ വിക്സ് ഇടുന്നുണ്ട്. വിക്സ് ഇടുമ്പോൾ നമ്മൾ ഈ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പാത്രമാണെങ്കിൽ അതിലെല്ലാം വിക്സിൻ്റെ സ്മെല്ല് പിടിക്കും. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാത്തൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇത് ഇങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട വിക്സ് ഇട്ട് കൊടുക്കാം. വിക്സിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, ആ മണം ഈ പല്ലിക്ക്, പാറ്റ അങ്ങനെയുള്ള സാധനങ്ങൾ ജീവികൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഇത് നമുക്കൊരു സ്പൂണിലേക്ക് മാറ്റിയിട്ട് ഇത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ വിക്സ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിക്സ് ഇങ്ങനെ കട്ടയായിട്ടാണ് കിടക്കുന്നത്. അത് പതിയെ പതിയെ അലിഞ്ഞ് വരുന്നുണ്ട്. ആദ്യം ഇട്ടപ്പോൾ നല്ല കട്ടയായിട്ടാണ് കിടന്നത്. അലിഞ്ഞ് വരുന്നുണ്ട്. നല്ല മണമാണ് വിക്സിൻ്റെ. വിക്സും വിനാഗിരിയും കൂടി ഇട്ടതാണ് ഇപ്പോൾ ഈ മിക്സ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പം ഈ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഈ പാറ്റ, പല്ലി മുതലായ പ്രാണികളെ എല്ലാം ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ലിക്വിഡാണ്. വളരെ എളുപ്പവും, അധികം സാധനങ്ങളൊന്നുമില്ല. കുറച്ച് ചൂടുവെള്ളം, കുറച്ച് വിക്സ്, വിനാഗിരി. എല്ലാ വീട്ടിലുള്ള സംഭവം വിക്സും വിനാഗിരി. വിക്സ് ഇല്ലാത്തൊരു വീട് പോലും കാണത്തില്ല. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഉണ്ടാക്കിയ റിസൾട്ട് വളരെ നല്ല റിസൾട്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ. ഈ സ്മെല്ല് കാരണം തന്നെയാണ് ഈ പല്ലി, പാറ്റ മുതലായൊന്നും വരാത്തത്. ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് കേട്ടോ. സാധാരണ നമ്മളെല്ലാവരും ഇത് വാങ്ങിക്കഴിയുമ്പോൾ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ബോട്ടിലുകൾ കളയരുത്, നമ്മൾ എടുത്ത് വെച്ചിരിക്കണം. ഇങ്ങനെയുള്ള ഈ നമ്മുടെ ടിപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഓരോ കൊതുകിനെ കൊല്ലാനും ഈച്ച അങ്ങനെയുള്ള പ്രാണികളൊക്കെ ഓടിക്കാനുള്ള ടിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ സ്മെല്ല് കാണും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയുള്ള ഈ സ്പ്രേ ബോട്ടിലുകളിൽ ഒഴിച്ച് വെച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എന്നത്തെയും പോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ് ഇങ്ങനെ കോണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ചോർപ്പിന് പകരം. ഞങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറാണ് ഈ വെള്ളമൊക്കെ ഒഴിക്കാൻ യൂസ് ചെയ്യുന്നതെന്ന്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബോട്ടിൽ നിറച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ലിക്വിഡ്. ഇതിന് നമുക്ക് പാറ്റയും പല്ലിയൊക്കെ സ്ഥിരം സാധാരണ വരുന്ന ഏരിയയിലേക്കൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഈ കിച്ചൺ കബോർഡിൻ്റെ ഇടയിൽ, സിങ്കിൻ്റെ, സ്ലാബിൻ്റെ ഒക്കെ ഇടയിലാണ് കൂടുതലായിട്ടും ഈ പല്ലി, പാറ്റ മുതലായ സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം കാണും ഈ പല്ലിയും പാറ്റയൊക്കെ. ഇതിനൊന്നും പോകാൻ പാടാം. ഇങ്ങനെയുള്ള ഇടുക്ക് ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും വരുന്നത്. അവിടേട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ആ ഒരു വിക്സിൻ്റെ ഒരു സ്മെല്ല് കാരണമൊക്കെ പിന്നീട് ഇത് കയറത്തില്ല ഈ ഒരു ഏരിയയിലോട്ട്. പല്ലി, പാറ്റ മുതലായ ഒന്നും കയറത്തില്ല. കൊതുകിനും വളരെ നല്ലതായത്. നമ്മുടെ അടുത്ത ടിപ്പും ഈച്ച, പാറ്റ, കൊതുക്, പല്ലി മുതലായ ജന്തുക്കളെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ടും നമ്മളൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം ഇതിലേക്ക് കുറച്ച് തീപ്പെട്ടിക്കൊള്ളി ഇട്ട് കൊടുക്കണം. ഈ എടുത്ത് വെച്ച തീപ്പെട്ടിക്കൊള്ളി നമുക്ക് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെക്കണം. ഇതൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നില്ലേ, മരുന്ന് ഈ സ്റ്റിക്കിൽ നിന്ന് കോരി നിന്ന് ഇളക്കി മാറ്റി നമ്മൾ കൈ കൊണ്ടൊന്ന് ഞെവിടി കൊടുത്താൽ മതി. ഇത് കുതിർന്നിരിക്കുന്നുണ്ട്, പെട്ടെന്ന് ഇളകി മാറും. ഇപ്പം ഈ മഴക്കാലമായപ്പോൾ എല്ലാവരും നേരിടുന്നൊരു പ്രധാന പ്രശ്നമാണ് ഈച്ചയുടെയും കൊതുകിൻ്റെയും ഒക്കെ ശല്യം. ഇതൊക്കെ എത്ര നമ്മൾ ഓരോ ടിപ്പ് ചെയ്താലും അത് കുറച്ച് നേരത്തിന് പോകും, പിന്നെ വീണ്ടും വരും. അത് ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് മാത്രം ഈ കൊതുക് ഈച്ചയൊന്നും പോകത്തില്ല. അത് കുറച്ച് നേരത്തിന് അതിൻ്റെ ആ ഒരു സാന്നിധ്യം കുറഞ്ഞിരുന്നാലും പിന്നെ ഇതിൻ്റെയൊക്കെ സ്മെല്ല് മാറുമ്പം വീണ്ടും വരും. അപ്പം നമ്മളൊരു ടിപ്പ് ചെയ്യുവാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ദിവസം തന്നെ 3-4 പ്രാവശ്യം തുടച്ചു കൊടുത്താൽ മാത്രമേ അത് പോകത്തുള്ളൂ. ഇതെല്ലാം നന്നായിട്ട് ഞെവിടി എടുത്ത് ഇതിൻ്റെ എല്ലാം മരുന്ന് ഈ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി
നമുക്ക് ഈ സ്റ്റിക്കുകൾ എടുത്ത് മാറ്റാം. കണ്ട ഇതിൻ്റെ അറ്റം കണ്ടാലറിയാം. കണ്ട കളറ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ മരുന്നെല്ലാം നമ്മുടെ ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. കളറുണ്ട്, കറുത്ത കളറ്, പക്ഷെ മരുന്നെല്ലാം വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് പറക്കി മാറ്റാം. ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉണ്ട്, കറുത്ത മരുന്ന് അതിൽ കിടക്കുന്ന വെള്ളത്തിലുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സാധനം ഒരു ഷാമ്പു ആണ്. ഏത് ഷാമ്പു ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ക്ലിനിക് പ്ലസിൻ്റെ സാഷയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ലായനിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭയങ്കര വികറസായിട്ടിട്ട് ഇളക്കിയാൽ അതങ്ങ് പതഞ്ഞ് വരും. പതിയെ പതിയെ ഇളക്കി കൊടുത്താൽ മതി. പതിയെ ഇളക്കുമ്പോൾ അത് അലിഞ്ഞ് ചേരും ഇതിനോട്. കണ്ട ഒരുപാട് സ്പീഡിലിട്ട് ഇളക്കരുത് ഒരിക്കലും. നല്ലതുപോലെ പതയും. ഷാമ്പൂവിന് പതയുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് അധികം പതയാതെ വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ. ഈ ഷാമ്പൂവും തീപ്പെട്ടിക്കൊള്ളിയിലുള്ള കണ്ടന്റ് കൂടെ ചേരുമ്പോഴത്തേക്കുള്ള ഈ സ്മെല്ല് ഈ മറ്റ് പ്രാണികൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രാണികളൊന്നും നമ്മളിത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിസരത്തോട്ട് പോലും വരാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം. നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ലായനി നമുക്കൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എപ്പോഴത്തേം പോലെ കവറിൽ തന്നെ കേട്ടോ ഇതിപ്പോഴും ഒഴിക്കുന്നത്. നമ്മുടെ ലായനി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാറ്റ, പല്ലി അങ്ങനെയുള്ള ജീവികൾ വരുന്ന ഏരിയയിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേളിലുള്ള അടപ്പിൽ ഞാനൊരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലിക്വിഡ് നമുക്ക് ഈ പാറ്റ, പല്ലി മുതലായ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഉറുമ്പ്, അതൊക്കെ വരുന്ന ഭാഗങ്ങളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സ്റ്റോർ റൂമിലാണ് സ്പ്രേ ചെയ്യുന്നത്. എനിക്കിവിടെ പാറ്റയുടെ ശല്യമുണ്ട്, പല്ലിയുടെ ശല്യമുണ്ട്, ചില സമയത്ത് അതുപോലെ നല്ല ഉറുമ്പും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിലാണ് ഞാൻ ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. തുടയ്ക്കണം എന്നില്ല, തുടച്ചാൽ അതങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.